ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് 2-3 ദിവസമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, കറണ്ടിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു. ഈ മഴയും ഇടിയും ഇതൊക്കെ കാരണം കറണ്ട് അവർ കട്ട് ചെയ്യും. ഇന്നലെ ആണെങ്കിൽ പിന്നെ മരങ്ങളൊക്കെ മുറിഞ്ഞ് വീണിട്ട് നമുക്കിവിടെ എങ്ങും കറണ്ട് ഇല്ലായിരുന്നു. ഇന്നലെ മുതൽ ഇന്ന് ഇത്ര നേരം വരെ കറണ്ട് ഇല്ലായിരുന്നു. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള കറണ്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. സോറി കേട്ടോ. പിന്നെ ഞാൻ ഷോപ്പിലാണെങ്കിലും അപ്പോഴപ്പോഴാണ് ഇത് വന്നും പോയി നിൽക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ, വീഡിയോ ഇടാൻ കുറച്ച് എൻ്റെ കടയിൽ ഷോപ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വീഡിയോ ഇടാനും കുറച്ച് ലേറ്റായി, ക്ഷമിക്കുക. ഞാനിതാ ഇന്ന് നമ്മൾ പിനോബർ യൂണിഫോം അടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. പക്ഷേ ആ ടോപ്പിൻ്റെ അല്ല കേട്ടോ ഈ ഷർട്ട്. ഇത് അതേപോലത്തെ മോഡലിൽ വേറൊരു ഷർട്ടാണ്. കാരണം സെയിം മോഡലാണ്, അതേപോലത്തെ സെയിം മോഡലിൽ വേറൊരു ഷർട്ടാണ്, അതിൻ്റെ ഷർട്ടാണിത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഇത് കണ്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഈ 2-2.5 ഇഞ്ച് നമ്മളിത് ഇവിടെ 2.5 ഇഞ്ച് ഷോൾഡർ അഡീഷണലാണ് വെച്ചിട്ടുള്ളത്. ഇത് ആൺകുട്ടിയൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഈ ഷോൾഡർ വെച്ച് അടിക്കുന്നത്. പെൺകുട്ടിയൊക്കെ അപൂർവമേ അടിക്കാറുള്ളൂ കണ്ടോ. യൂണിഫോമിലൊക്കെ മാത്രമാണ് ഇങ്ങനെ അടിക്കുന്നത്. അല്ലാതെ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ബാക്കിൽ 1 ഇഞ്ച് നീളം കൂട്ടിയിട്ട് വെട്ടും നമ്മൾ ഇറക്കാം. അപ്പോൾ അതിങ്ങനെ ഷോൾഡർ മടങ്ങി വരുമ്പോൾ ഈ 1 ഇഞ്ച് നീളം വരുന്നത് പകുതി പകുതി ഇപ്പുറത്തോട്ടിരിക്കും, ബാക്കി നീളം പോകും. അപ്പോൾ ഇവിടെ വെച്ചാണ് ഫിറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഷോൾഡർ ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ നീളം കൂട്ടിയും കുറച്ച് വെട്ടണ്ട. കണ്ട ഇവിടെ ഷോൾഡർ, ഇവിടെ ഷോൾഡർ. അപ്പോൾ 2 സൈഡ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. കാരണം ഒരു മുട്ടപ്പിൻ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഡിസൈനൊക്കെ വരുന്ന കഴുത്താണെങ്കിൽ നെക്കാണെങ്കിൽ ഷോളറിൽ നെക്ക് വരും, 2 ഒരേപോലത്തെ വര ഇപ്പുറത്തെ സൈഡ് വരണം. നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു മുട്ടപ്പിന് കുത്തുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ബാക്കിൽ നോക്കുക സെയിം ആണോന്ന്. അപ്പം നിങ്ങൾക്ക് ആ സ്ഥലം നിങ്ങൾക്ക് ഒന്ന് ഇറക്കം കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് എളുപ്പം കഴിയും. ഇതാണ്ടോ, ഇത് കണ്ടോ, 2 സെയിം ആണ്, ബാക്കും ഫ്രണ്ടും സെയിം ആണ്. അപ്പോൾ ആ മുട്ട് പിന്നെ അങ്ങനെ കുത്തി വെച്ചാൽ മാറത്തുമില്ല, നമുക്ക് അടയാളപ്പെടുത്താൻ എളുപ്പമാണ് കേട്ടോ. ഇത് ഒരു എന്ത് എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു മുട്ട പിന്നെ കുത്തിയാൽ മതി. നമുക്ക് കൊടുത്ത നീളം എടുക്കാം. നീളം 18 ഇഞ്ചാണ് ഇതിൽ ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് 2 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം, 1 ഇഞ്ച് ചെസ്റ്റ് വണ്ണം കൂടുതൽ വേണം. ചെസ്റ്റ് വണ്ണമല്ല, ഫുള്ള് ചെസ്റ്റ് ബോഡി ഫുള്ള് 1 ഇഞ്ച് വണ്ണം കൂടുതലും വേണം. ഇറക്കം 2 ഇഞ്ച് വേണം. അപ്പോൾ ഇതിൽ 18 ഇഞ്ച് ഇറക്കമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 20 ഇഞ്ച് ഇറക്കം വേണം. ഇവിടെ ഇതാ 3/4 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെ 3/4 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെ മുകളിലൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പോ. അപ്പോൾ 1 ഇഞ്ച്, അപ്പോൾ കൂട്ടി വിടണം. 21 ഇഞ്ചിട്ട് വിടണം. അപ്പോൾ നമുക്ക് 18 2 20 കൂട്ടി കിട്ടും. 1 ഇഞ്ച് നമുക്ക് മടക്കി അടിച്ച് ഇവിടുത്തെ ലൈനിങ് ഇവിടുത്തെ തയ്യൽ തുമ്പിന് വരെ പോകും. അപ്പം നമുക്ക് ഇതിൻ്റെ 8 16 ഇഞ്ച് ഫ്രണ്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ട് 16 ഇഞ്ചുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 17 ഇഞ്ച്. 1 ഇഞ്ച് നമുക്ക് വണ്ണം കൂട്ടണം. അപ്പോൾ 18 ഇഞ്ച്. പിന്നെ 1 ഇഞ്ച് നമുക്കിവിടെ മടക്കി അടിക്കാനുണ്ട്. ഇവിടെ 3/4 ഇഞ്ചേ മടക്കിയിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു മടക്കൂടേണ്ട. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ മടക്കിയിട്ട് വിടണം. അപ്പോൾ 1 8 1 9 1 10. പിന്നെ നമുക്ക് എക്സ്ട്രാ 1 ഇഞ്ച് നമുക്ക് വണ്ണം കൂടുതൽ വേണം. അപ്പോൾ 1/2 ഇഞ്ച്, ഒരു തുണ്ടിൽ 1/2 ഇഞ്ച് കൂടണം അല്ലേ. അപ്പോൾ എത്ര വേണം? 8 1 ഇഞ്ച് മടക്കി അടിക്കാനും 9 1 ഇഞ്ച് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് വണ്ണം കൂട്ടി. അപ്പോൾ എത്ര? 10.5 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് വേണം. ഫ്രണ്ട് ചെയ്യേണ്ട. ബാക്ക് പീസ് ഇതിൽ 15 ഉണ്ട്, നമ്മൾ 16 ഇട്ടങ്ങ് വെട്ടിയാൽ മതി, കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാമല്ലോ അല്ലേ. നമുക്കിത് കട്ട് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് 21 ഇഞ്ചിട്ടാണ് ഇറക്കം വേണ്ടത്. 21 ഇഞ്ച്, കറക്റ്റ് 21 മതി കേട്ടോ, 21. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ പിടിക്കണം. ഷോൾഡർ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഷോൾഡർ പിടിക്കണം. ഇതാണ് ഷോൾഡർ, കണ്ടല്ലോ. ഷോൾഡർ അളവെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഈ കൈ തയ്ച്ചേക്കുന്നിടത്ത് തൊട്ട് ഈ കൈ തയ്ച്ചേക്കുന്നത് വരെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് 12 മുതൽ 13 ഇഞ്ചുണ്ട്. അപ്പോൾ 13 ഇഞ്ച് എന്ന് പറയുമ്പോൾ 13.5 ഇട്ട് വെട്ടണം. 1/2 ഇഞ്ച് 2 സൈഡിലായിട്ട് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ 13.5 ഇട്ട് വെട്ടുമ്പം നമുക്ക് 13 ഇഞ്ച് കിട്ടും. 13 മതി. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ 1 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കുന്നു. 1 ഇഞ്ച് ഇവിടെ സൈഡിൽ നമ്മൾ അടിക്കത്തില്ല. അപ്പം നമ്മൾ ഈ കുട്ടിയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മടക്കി അടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ എൻഡ് നമ്മൾ ആദ്യമേ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ചാണ് കൈക്കുഴി വരേണ്ടത്. അപ്പോൾ ഈ കൈക്കുഴി 5 ഇഞ്ച് നമ്മൾ സ്ക്വയറായിട്ട് അടയാളപ്പെടുത്തുന്നു. നമ്മൾ മറ്റത് അടയാളപ്പെടുത്തും പോലെ തന്നെ സ്ക്വയറായിട്ട് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു 3/4 ഇഞ്ച് എടുത്തിട്ട് നമ്മളത് വളച്ചു കൊടുക്കുന്നു കേട്ടോ. ഈ മുക്ക് വളച്ച് നമ്മളെല്ലാത്തിലും വെട്ടും പോലെ തന്നെ. പിന്നെ ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഇതിൻ്റെ പെൺകുട്ടിയൊക്കെ ആയതുകൊണ്ട് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കാം. മറ്റേ ഷർട്ടിൽ നമുക്ക് അളവ് തന്നതിൽ ഷേപ്പൊന്നുമില്ല, പക്ഷെ നമുക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പെൺകുട്ടി അത് റെഡിമെയ്ഡ് വാങ്ങിയാൽ അവർക്ക് അങ്ങനെ ഷേപ്പൊന്നും കാണത്തില്ല. പെൺകുട്ടികളായതുകൊണ്ട് ഒരല്പം ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തേച്ചിടുമ്പം ഒരുമാതിരി പൊങ്ങി താന്നിരിക്കും. എൻ്റെ കട്ടിയുള്ള ഭാഗമാണ്, പ്രത്യേകിച്ച് ഈ തുണികളൊക്കെ യൂണിഫോമൊക്കെ ആണെന്ന് വെച്ചാൽ നല്ല കട്ടിയാണ്. അപ്പോൾ ഇതിനങ്ങ് വെട്ടിക്കളയണം. ഈ എൻ്റെ ഭാഗം വെട്ടിക്കളയണം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് എടുക്കാം. ഫ്രണ്ട് എടുക്കാൻ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് വെട്ടാം. ഇത് വെച്ചിട്ട് ഒന്ന് അളവും കൂടെ പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നീളം ഇത് തന്നെ കറക്റ്റ് സെയിം ആണ്.
കൈക്കുഴിയും സെയിമാണ്, പോയിട്ട് നമുക്ക് എന്താ ഷോൾഡറും സെയിമാണ്. അപ്പം നമുക്ക് ഈ വണ്ണം മാത്രം കൂട്ടിയെടുത്താൽ മതി. അതായത് 1.5, ഇതിപ്പോൾ 2 ഇഞ്ചുണ്ട്, നമുക്ക് 2 ഇഞ്ച് വേണ്ട, ഒരു 1.5 ഇഞ്ച് മതി. മടക്കി അടിച്ച് പോയാൽ മതി. ആ മടക്കി അടിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ അത്രയും കൂടുതൽ കിടന്നാൽ മതി. എന്ന് വെച്ചാൽ അത്രയാണ് നമ്മൾ ബട്ടൺ ഇടുമ്പോൾ പോകുന്നത്. ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മതി. 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടു. 1.5 ഇഞ്ച് കൂടെ എന്ന് വെച്ചാൽ പെൺകുട്ടി കൊച്ചുകുട്ടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മടക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിൽ ഇത്രയും മടക്കിയിട്ടുള്ളൂ. ഇത്രയും മടക്കിയിട്ടുള്ളൂ, കണ്ടോ, ഇത്രയും മടക്കി അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് തുണി അവർ വെച്ചടിച്ചേക്കാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ മടക്കി അടിക്കാം, വേണമെങ്കിൽ വെച്ചടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതിപ്പോൾ മടക്കി അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മടക്കായി വേണം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് കോളർ ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം, കോളർ തയ്ച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ വെട്ടിക്കൊടുക്കാം. വലുതായാൽ കുറയ്ക്കാൻ പറ്റത്തില്ല, അപ്പോൾ കുറഞ്ഞാൽ കൂട്ടാൻ പറ്റും. അപ്പം നമുക്കിവിടുന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതായത് 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ വൈഡ് എന്ന് പറയുന്നത്, അതായത് ഈ നെക്കിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ എടുത്തെങ്കിൽ 2.5 ഇഞ്ചാണ്. അപ്പോൾ 2.5യും 2.5യും സെയിം ആണ്. ഇവിടെ നിന്നും 2.5, അവിടെ നിന്നും 2.5 കേട്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് അതും ഇതുപോലെ വളച്ച് വെട്ടിക്കൊടുക്കുക കേട്ടോ. വളച്ചെന്ന് വെച്ചാൽ കുഴിക്കരുത്. നമ്മളിങ്ങനെ വളച്ച് ഇതേപോലെ ഈ ഷേപ്പിൽ നമ്മൾ വരച്ച് വെട്ടിക്കൊടുക്കണം. ഈ ചോക്ക് കാണാൻ പറ്റുന്നില്ല, വേറെ കളർ ചോക്കുണ്ടോ എൻ്റെ ഉണ്ടോ എന്നറിയില്ല. വേറെ ചോക്കില്ല. അപ്പോൾ ഈ കളർ മഞ്ഞ കളറാണ് എൻ്റെ ഉള്ളത്. അപ്പം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ഞ കളറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെയാണ് വളയ്ക്കേണ്ടത്. ഇങ്ങനെ കുഴിക്കണ്ട, വളച്ച് നമ്മൾ നെക്കിന് വെട്ടുമ്പോൾ വെട്ടണ്ട, നമ്മൾ ഈ ഷേപ്പിലാണ് വരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളങ്ങനെ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. ഇവിടെ നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ട്, അതോടെ ചേർത്താണ് കട്ട് ചെയ്യണത് ഇത്. അപ്പോൾ നമ്മൾ ഇതിവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇത് കണ്ടല്ലോ, ഇത് ബാക്ക് പീസാണ്. ഈ ഫ്രണ്ട് പീസിന് ഇനി പണിയില്ല കേട്ടോ, ഇത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ബാക്ക് പീസ് പണി ഉണ്ട്, അതിന് ഷോൾഡർ വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്ക് ബാക്ക് പീസ് നമ്മൾ 13 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 13 ഇഞ്ചിൽ 2 പീസ് വേണം. ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പീസ് വേണം 13 ഇഞ്ചിൽ. അപ്പം നമുക്ക് 2 ഷർട്ടാണ്. അപ്പോൾ എത്ര, 4 പീസ് വേണം അല്ലേ. 13 ഇഞ്ചിൻ്റെ 4 പീസ് നമുക്ക് വേണം. ഇതിപ്പോൾ 4 പീസ് എന്ന് പറയുമ്പോൾ 2 ഷർട്ടിനാണ്, മറന്നു പോകരുത്. ഒരു ഷർട്ടിനാണെങ്കിൽ 2 പീസ് മതി കേട്ടോ. ഇത് 2 പീസിനുണ്ട് 4. നിങ്ങൾ 4 കണക്കാക്കേണ്ട, 2 പീസായിട്ട് കണക്കാക്കിയാൽ മതി. എനിക്ക് പിന്നെ വെട്ടാൻ മടിച്ചിട്ടാണ് ഞാൻ 4 കൂടെ ഒരുമിച്ച് വെട്ടണത്. അപ്പോൾ ഇതിപ്പോൾ 4 പീസാണ്. 4 പീസ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ആദ്യം ഇവിടെ നിന്ന് നമ്മൾ നേരെ എടുക്കണം. ഒരു സ്ഥലത്ത് നേരെ എടുക്കണം, അതായത് നമ്മുടെ ഈ ഷർട്ടിൽ അടിക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് ഈ സൈഡ് നമുക്ക് 2.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ട അല്ലേ. 2.5 ഇഞ്ച്. അപ്പം 3 ഇഞ്ച് നമുക്ക് ഷോൾഡർ കിട്ടണം, അല്ലേ 3 ഇഞ്ച് നമുക്ക് കിട്ടണം. അപ്പം ഇത് 3 ഇഞ്ചാണോ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. കറക്റ്റ് 3 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ ഈ ഭാഗത്ത് വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുംതോറും കുറഞ്ഞു വരും, അതായത് ചരിച്ച് വെട്ടിക്കൊടുക്കും. കണ്ട, ഇവിടെ 3 ഇഞ്ച് വരും, ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് വരും, ഇവിടെ വരുമ്പോൾ 2 ഇഞ്ചേ വരുള്ളൂ. കണ്ട, ഇങ്ങനെ ചരിച്ച് നമ്മൾ ഇങ്ങനെ എൻഡ് വരുമ്പോൾ 1 ഇഞ്ച് കോണിച്ചാണ് വെട്ടുന്നത്. എപ്പോഴും ഇവിടെ നമുക്കൊരു 4 ഇഞ്ച് വെട്ടാം. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ്. അപ്പോൾ ഇവിടെ 4 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചരിച്ച് ഒരു പീസായിട്ട് വെട്ടിയെടുക്കണം. കണ്ടല്ലോ, ഇങ്ങനെ ചരിച്ച് ഒരു പീസായിട്ട്. കണ്ടോ, ഈ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് മുകൾ ഭാഗം വരുന്നിടത്ത് താഴെ വശത്ത് വരണ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നമ്മളിങ്ങനെ വെട്ടിയെടുത്തു. എന്നിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു മുട്ടപ്പീന് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുട്ടപ്പീന് കുത്തി തന്നെ കാണിച്ചു തരാം. കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഒന്നുപോലെ എനിക്കും വെട്ടാൻ എളുപ്പമാണ്. ഞാൻ മുട്ടപ്പീന് കുത്തുക എനിക്ക് ഭയങ്കര എളുപ്പമാണ്. കണ്ട, ഇതാകുമ്പോൾ ഇങ്ങനെ അടിച്ചാലും ഒന്നും ചെയ്തില്ല. ഒരു മുട്ടപ്പീന് കുത്തി ഇത് അവിടെ ഇരിക്കും. പിന്നെ എവിടെ കിടത്തിട്ടാലും ഇവിടെ കിടക്കാം, നമുക്ക് വെട്ടമ്മ മാറിപ്പോകത്തില്ല. അപ്പം നമുക്ക് വേണ്ടത് കണ്ട, ഈ കഴുത്താണ്. അതായത് നമ്മൾ ഈ ഫ്രണ്ട് കഴുത്ത് വെട്ടിയില്ലേ, ഫ്രണ്ട് കഴുത്ത് വെട്ടിയതുപോലെ തന്നെ ബാക്കിലും കഴുത്തുണ്ട്. ബാക്കിൽ നമുക്ക് സെയിം ആണ് ഇതിന് വന്നിട്ടുള്ളത്. കണ്ട, ഈ ബാക്കും ഇതേപോലെ സെയിം ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇത് ഫ്രണ്ട് കഴുത്താണ്, ഇത് നമുക്ക് ഫ്രണ്ടാണ്. നമുക്ക് ഇതിനെ വെച്ചിട്ട് തന്നെ വെട്ടാം. പക്ഷേ ഇതിനെ വെച്ച് വെട്ടുമ്പോൾ നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മടക്കി വെച്ച് തന്നെ വെട്ടണം കേട്ടോ. ഇത് നൂത്ത് വെച്ച് വെട്ടല്, ഇത് മടക്കി തന്നെ വെച്ച് വെട്ടണം. ഇങ്ങനെ മടക്കി തന്നെ വെച്ച് വെട്ടണം.
അപ്പം നമ്മൾ ഈ കോണ് വശമുള്ളതാണ് കഴുത്ത് വെട്ടേണ്ടത്, കോണിച്ച വശത്ത്. അതായത് കോണ് നമുക്ക് ഇങ്ങനെ ഈ ഷോൾഡറിൻ്റെ ഇവിടെയാണ് പോകണം. അപ്പോൾ ആ സൈഡാണ് വെട്ടേണ്ടത്, നമുക്കിങ്ങനെ ഇവിടെയാണ് വെട്ടേണ്ടത് കേട്ടോ. അപ്പം നമുക്കിവിടെ ഈ പീസ് വെച്ചിട്ട് നമുക്ക് വെട്ടാം. കണ്ട ഇതിന് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ കണ്ട ഇവിടെ കണ്ട ഇവിടെ ഇത്ര വീതിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആണ് വീതി കൂടുതൽ. ഇത് നമ്മളിങ്ങനെ മിഡിലായിട്ട് വരുമ്പോൾ രണ്ടും കൂടെ പകുതിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഇത് വെച്ച് വെട്ടാം. ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം, എന്നിട്ട് വെട്ടാം. ഇങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇപ്പം മനസ്സിലായല്ലോ, ഇങ്ങനെ വെട്ടി. അപ്പോൾ ഇതിപ്പോൾ 4 പീസായിട്ട് ഇവിടെ ഒരു വെട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ 4 പീസായിട്ട് കണക്കാക്കണം, നമ്മൾ അത് 2 പീസായിട്ട് കണക്കാക്കിയാൽ മതി. കണ്ടല്ലോ, ഇതിങ്ങനെ. എന്നിട്ട് നമ്മളിവിടെ ഇതിവിടെ ഒരു കൊട്ട് കൊടുത്തു. എന്തിനാണെന്ന് അറിയാമോ? ഇതിൻ്റെ മിഡിലിൽ നമ്മൾ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ ഈ ബാക്ക് പീസിൻ്റെ മിഡിലിൽ. അപ്പം നമുക്കിതിപ്പോൾ ഇത് ബാക്കിനും ഫ്രണ്ടിലും കൂടെയാണ് വരുന്നത്. നമുക്കിത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് കണ്ട ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇത് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഈ ഷോൾഡറാണ് കണക്ക് ആ കഴുത്ത് വെച്ച് വെട്ടിയപ്പോൾ കറക്റ്റായത് കണ്ട. രണ്ടിൻ്റെ അളവ് തുല്യമായിട്ട് വന്ന് ആ കഴുത്ത് ഈ കഴുത്തിൻ്റെ അതേ വീതിക്ക് വെച്ച് അടിക്കുമ്പോൾ ഫ്രണ്ട് ഷോൾഡർ അടിക്കാൻ കണക്കിന് വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് മടക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് കൈയാണ്. ലാസ്റ്റാണ് നമ്മൾ കോളർ വെട്ടുന്നത് കേട്ടോ. തയ്ച്ച് കഴിഞ്ഞിട്ട് കോളർ വെട്ടിയാൽ മതിയേ. അപ്പോൾ ഇത് നമുക്ക് ഈ തുണ്ടൊക്കെ ഇട്ടേക്കാം കോളറിനുള്ള. ഞങ്ങൾ കടയിലൊക്കെ കൊണ്ടുവരുന്ന 2 യൂണിഫോമിലൊക്കെ കൊണ്ടുവരുന്നവർ ചില പീസുകൾ മാത്രമേ നമുക്ക് ഒട്ടും തികയാതെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 3 എണ്ണമൊക്കെ തയ്ക്കും. ഈ ഷർട്ടിന് ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന പാവാടയ്ക്ക് അവർ 2 എണ്ണത്തിന് കൊണ്ടുവന്നാണ് ഞങ്ങൾ 3 പാവാട അടിച്ച്. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു ഷർട്ടിനൂടെ വരും, ചിലപ്പോൾ കുറച്ച് ബാക്കി കൊടുക്കാൻ കാണും. നമ്മളിങ്ങനെ അത് അവർക്ക് യൂണിഫോം നമുക്ക് ഒരു ഉപയോഗമില്ല. നമ്മൾ കടയിൽ വാരിയിട്ട് ചുടുകയാണ് ചെയ്യണത് തുണ്ട് തുണികൾ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇടാൻ പറ്റാഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ വാരിയിട്ട് ചുട്ടുകളെ. അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നിൻ്റെ തയ്യക്കൂലിയും കിട്ടും, അവർക്കതൊരു നേട്ടമായി. അപ്പം നമുക്ക് ഇതിൻ്റെ കൈ വെട്ടിയെടുക്കാം. കൈ നീളമാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 7 ഇഞ്ചിട്ട് വെട്ടുക. 1.5 ഇഞ്ച് നമുക്ക് അകത്തോട്ട് മടക്കാം. അപ്പോൾ 7 ഇഞ്ചിട്ട് വെട്ടാം. കറക്റ്റ് 7 ഇഞ്ച് മതി കേട്ടോ. 1 ഇഞ്ച് ഒരു 3/4 ഇഞ്ചാണ് മടക്കി പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ വളച്ച് വെട്ടി കൊടുക്കുന്നത്. നമുക്ക് കൈ അവസാനം ഇതിൻ്റെ വണ്ണം കണക്കാക്കി വെട്ടാം. കാരണം ഇതിൻ്റെ ബാലൻസ് വരണം ഈ വെട്ടിലൊക്കെ നമുക്ക് കൈ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് കളയാതെ വെട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെട്ടിയത്. നമുക്കിതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ വെട്ടുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണത് കണ്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് വെട്ടിയാൽ ഇത്രയും പീസ് പോകും. പക്ഷേ നമ്മൾ നേരെ മറിച്ച് ഇത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇതിലൊരു പീസും പോകത്തില്ല. കണ്ടോ, കാണാമോ? ഈ പീസ് നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ആണ്. ഇവിടെ വെച്ച് വെട്ടണമെങ്കിൽ ഇത് ഇവിടം വരെ വരുമ്പോൾ ഈ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകും. മറ്റേ നമ്മൾ ഇവിടെ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഈ 1 ഇഞ്ച് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ തുണി ഒരുപാട് നമ്മൾ തുണി ലാഭിച്ച് വെട്ടാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഥവാ ചിലപ്പോൾ ഒരാൾ തുണി കുറച്ച് കൊണ്ടുവന്നാലും നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുമിച്ച് വെട്ടാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ബാലൻസ് വന്ന പീസായിട്ട് ഇങ്ങനെ വെട്ടണം. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് രണ്ട് കൈക്ക് നമുക്ക് 4 കൈ വേണേ. എനിക്ക് 2 ടോപ്പാണേ. ഞാൻ പല പ്രാവശ്യം പറയുവാണ് 2 ടോപ്പ്. നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ഈ 4 കൈ എന്ന് ചിലപ്പോൾ മറന്നു പോയാൽ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഈ കൈ കൂടെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 7 ഇഞ്ച് നീളത്തിനാണ് വെട്ടിയിട്ടുള്ളത്. നമുക്ക് 5.5 ഇഞ്ച് നീളം മതി. അപ്പോൾ ഇതിൻ്റെ വണ്ണം നമുക്ക് ഈ കൈ വെച്ചൊന്ന് പിടിച്ചു നോക്കാം. നമുക്ക് അതുപോലെ അളവ് കിട്ടുകയാണെങ്കിൽ അളവ് വെച്ച് പിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ അളവുണ്ടാവില്ല, ഈ അളവ് എടുത്ത് ഇവിടുത്തെ കൈ വിടാണം എടുത്ത് ഈ കൈക്കുഴി അളവെടുക്കുമ്പോൾ നമുക്ക് അത് വെച്ച് വെട്ടാം. ഇതിപ്പോൾ നമുക്ക് അളവുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് വെട്ടാം. ഇതാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മളിവിടെ ഒരു വര കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വര കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വര കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടണം. ഒരുപാട് തയ്യൽ തുമ്പിട്ട് ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ. ഫ്രണ്ട് പീസ് 1 ഇഞ്ച് കുഴിച്ചു വെട്ടി കൊടുക്കണം. ഷർട്ടിന് പ്രത്യേകിച്ച് കുഴിച്ചു വെട്ടണം കേട്ടോ, അല്ലെങ്കിൽ ഷർട്ട് ക്ലിയർ ആകത്തില്ല. അപ്പോൾ നമ്മൾ 4 എണ്ണത്തിൻ്റെയും ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ചു വെട്ടി കൊടുക്കണം. 4 കൈയുടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ച് വരയ്ക്കണം. ഒരുമിച്ച് വെച്ച് വരച്ചിട്ട് നമുക്കറിയാലോ, കുഴിച്ചു വെട്ടാൻ അറിയാലോ. ഈ മിഡിലിൽ നമ്മൾ കൊത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ തുടങ്ങി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 1 ഇഞ്ച് നമ്മൾ ഒരു 3/4 ഇഞ്ച് കുഴിച്ചാൽ മതി. ഈ സൈഡ് മാത്രം ഇങ്ങനെ നമ്മൾ ഇതേപോലെ വെട്ടിക്കൊടുക്കണം. കുഴിച്ച് വിടുന്നത് അവിടെ ലൂസ് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കുഴിച്ച് വെട്ടിക്കൊടുക്കണം. അപ്പോൾ എന്നാൽ ഇവിടുത്തെ നീളം കുറയരുത്, ഇവിടെ കുഴിക്കരുത്. എങ്കിൽ നീളം 2 വ്യത്യാസമായി പോകും. ഇങ്ങനെ വേണം കുഴിക്കുക, ഇവിടെ വേണം കുഴിക്കാൻ. കാണാമല്ലോ, ഇവിടെ വേണം കുഴിക്കുക. അപ്പോൾ അത് ഫ്രണ്ട് പീസ് തന്നെ വരെയും വേണം. മറിഞ്ഞ് പോകരുത്. തയ്ക്കുമ്പോൾ 1 ഇഞ്ച് ഒരു കൈ ബാക്കിലും ഒരു കൈ, ഒരു കുഴിച്ച് വെട്ടിയത് ബാക്കിലും ഒരു കുഴിച്ച് വെട്ടത് ഫ്രണ്ടിലും ആയി പോയത് 2 ഫ്രണ്ടിൽ തന്നെ വരണം. ഇതിപ്പോൾ 4 പീസിൽ ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടല്ലോ.
അപ്പം നമുക്ക് കൈക്കുഴിയായി. നമുക്ക് ഇതിനൊന്ന് തയ്ച്ച് തീർന്നിട്ട് പേപ്പർ ക്യാൻവാസ് അല്ല, നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ക്യാൻവാസാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, പക്ഷേ ഭയങ്കര തിക്കാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ഒരുമാതിരി തടി കഷ്ണം പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാനിത് വയ്ക്കാറില്ല. ഇത് റെഡിമെയ്ഡ് വാങ്ങുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാം. പക്ഷേ ഇതിൻ്റെ കോളറൊക്കെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, പക്ഷേ ഇത് ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ക്യാൻവാസ് ഈ പേപ്പർ ക്യാൻവാസ് അല്ല കേട്ടോ, ഈ ക്യാൻവാസ് അല്ല, ഇത് പേപ്പർ ക്യാൻവാസ്. ഇത് നമ്മളെ ഒട്ടിക്കുന്ന സ്റ്റിപ്പ് ഒട്ടിക്കുന്ന ക്യാൻവാസാണ് കേട്ടോ. വേണ്ട, ഒരു സൈഡിൽ പശയുണ്ട്, ഒരു സൈഡിൽ പശയില്ല. നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. തയ്ച്ചിട്ട് ഒട്ടിച്ചാലും മതി, തേച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ തയ്ക്കാം. അപ്പം നമുക്ക് ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞില്ലേ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും വെട്ടിയെടുക്കാൻ കേട്ടോ. ഒന്നായിട്ട് ഇതാണ് തയ്ക്കാൻ എളുപ്പം. ഒന്നായിട്ട് വെട്ടിയിട്ട് ഇതുപോലൊരു തുണിയിൽ വെച്ച് നമ്മളിങ്ങനെ തയ്ച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തേച്ചിട്ട് തയ്ച്ച് മറിച്ചെടുക്കണം. ഇത് തേക്കണം. ഇവിടെ കണ്ടോ, ഇത് ഒരു സൈഡ് ഈ ഇത് ഒട്ടുന്ന സൈഡാണ്, ഒരു സൈഡ് അല്ലാത്തതാണ്. അപ്പോൾ ഈ ഒട്ടുന്ന സൈഡ് വെച്ചിട്ട് നമുക്ക് തേച്ച് ഒട്ടിക്കാൻ പറ്റും കണ്ടോ. ഇതുപോലെ നമുക്ക് തേച്ച് ഒട്ടിച്ചിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ തയ്ച്ചിട്ട് വേണമെങ്കിൽ തേച്ച് ഒട്ടിക്കാം കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഒത്തായിട്ട് വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾക്കൊക്കെ അങ്ങനെ മതി. കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കോളർ മിക്കവാറും അടിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഒന്നായിട്ട് വെട്ടിയിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. താങ്ക് യു, ബൈ.